പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, തിന്മയുടെ ശക്തികളെ തകർക്കുന്ന കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കുടുംബങ്ങളിൽ അശാന്തി പടർത്തുന്ന തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാനായി ഈ നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ നീലമേലങ്കിയാൽ നമ്മുടെ ഭവനം സംരക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിശാചിൻ്റെ തല തകർത്ത പരിശുദ്ധ അമ്മയെ നമുക്ക് ധ്യാനിക്കാം. ഇരുട്ടിൻ്റെ ശക്തികൾക്ക് അമ്മയുടെ മുൻപിൽ നിൽക്കാൻ കഴിയില്ല. നമ്മുടെ വീടിൻ്റെ വാതിലുകളിലും ജനലുകളിലും അമ്മയുടെ സംരക്ഷണ മുദ്ര പതിപ്പിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. വിശുദ്ധിയുടെ സ്രോതസ്സായ കൃപാസനം രാജ്ഞി, ഞങ്ങളുടെ വീടിൻ്റെ ഓരോ കോണിലും അങ്ങയുടെ സാന്നിധ്യം നിറയ്ക്കണമേ. വീട്ടിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന എല്ലാത്തരം നെഗറ്റീവ് ഊർജങ്ങളെയും ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങളെയും ഈശോയുടെ നാമത്തിൽ പുറന്തള്ളണമേ. ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, അനാവശ്യ ഭീതികൾ എന്നിവയിൽ നിന്ന് കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും സംരക്ഷിക്കണമേ. വീടിന് പുറത്തു പോകുന്ന ഓരോ അംഗത്തിൻ്റെയും കൂടെ അമ്മയുണ്ടാകണമേ. അപകടങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെ കാക്കണമേ. കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടാക്കുന്ന വിഭജനത്തിൻ്റെ ആത്മാക്കളെ ദൂരെ അകറ്റണമേ. പരസ്പര സ്നേഹവും ദൈവഭയവും ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ. ജപമാലയും വചനവായനയും വഴി ഞങ്ങളുടെ വീടിനെ ഒരു പ്രാർത്ഥന ആലയമാക്കി മാറ്റണമേ. ശത്രുക്കളുടെ ഒരു തന്ത്രവും ഞങ്ങളുടെ കുടുംബത്തിൽ ഫലിക്കില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കൃപാസന അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ സുരക്ഷിതരാണ്. പ്രിയമുള്ളവരെ, ഈ നിമിഷം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് നിശബ്ദമായി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൃപാസന മാതാവേ, ഞങ്ങളുടെ ഭവനത്തിന് കാവലായിരിക്കണമേ. സമാധാനവും വിശുദ്ധിയും ഞങ്ങളിൽ നിലനിൽക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.